ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബൈഗൺ കാ ഭർത്ത. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വാഷ് ചെയ്ത ശേഷം ഒരു കത്തി കൊണ്ട് അതിൻ്റെ എല്ലാ സൈഡും നന്നായി ഇങ്ങനെ കുത്തി കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ഒന്ന് എണ്ണയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിനെ ഒരു കനലിലിട്ട് ചുട്ടെടുക്കണം. ഒന്നീ കനലിലിട്ട് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടോ തിരിച്ചും മറിച്ചും വെച്ച് നന്നായി ചുട്ടെടുക്കണം. ഇത് പാകമാകുന്ന സമയത്ത് അതിൻ്റെ തോലെല്ലാം നല്ലപോലെ കരിഞ്ഞ് ജസ്റ്റ് ചെറുതായി ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനൊന്ന് തണുക്കാൻ വെച്ച ശേഷം അതിൻ്റെ മേലത്തെ തോല് എടുത്ത് കളയണം. ചൂടോടെ ചെയ്യരുത്, കൈ പൊള്ളിപ്പോവേ. ഞാൻ തോലെല്ലാം 2ൻ്റെയും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 2ഉം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കണം. ഒരു കത്തി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അമർത്തുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായി കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ വഴുതനങ്ങയെല്ലാം നന്നായി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടി സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം വേണം. തക്കാളിയും സവാളയെല്ലാം ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച സവാള ചേർക്കാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും മല്ലിയില ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് 2 വലിയ സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി എല്ലാം കൂടെ നന്നായി ഇളക്കി എടുക്കാം. നല്ല സ്മെല്ല് വരും. ആ സമയത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കിയെടുക്കുമ്പോൾ അതിന് ശേഷം തക്കാളിയും കൂടെ മുറിച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കുമ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. അത് തുറന്ന ശേഷം കുറച്ച് ഗരം മസാലയും നമ്മൾ ഉടച്ചു വെച്ച വഴുതനങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി എടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒരു പച്ചമുളകൊന്ന് നടുവേ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം അതിലേക്ക് കുടഞ്ഞിടാം. കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മേലെ ഇട്ടെടുത്താൽ നമ്മുടെ ബൈഗൺ കാ ഭർത്ത റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.